നമസ്കാരം, ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. മപ്സയിലെ വൻകുഴി മാധ്യമ റിപ്പോർട്ടിനെ തുടർന്ന് നികത്തി. മപ്സയിൽ യാത്രക്കാർക്ക് ഭീഷണിയായിരുന്ന വൻകുഴി ഇൻ ഗോവ ന്യൂസ് റിപ്പോർട്ടർ സായി പ്രസാദ് കുബ്ദേയുടെ റിപ്പോർട്ടിനെ തുടർന്ന് അതിവേഗം നികത്തി. റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അധികൃതർ ഉടൻ നടപടിയെടുത്തു. ഈ കുഴി യാത്രക്കാർക്ക് വലിയ അപകടമായിരുന്നു, പ്രത്യേകിച്ച് രാത്രിയിൽ. മാധ്യമ ഇടപെടലിന്റെ ഫലമായി പ്രദേശവാസികൾക്ക് ആശ്വാസമായി. ഗോവയിലെ റോഡ് സുരക്ഷയ്ക്ക് മാധ്യമങ്ങളുടെ പങ്ക് വലുതാണെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. നേവുര-മന്ദൂർ മേഖലയിൽ നിന്ന് ദുർഗന്ധത്തെക്കുറിച്ചുള്ള പരാതിക്ക് പിന്നാലെ തിരച്ചിൽ. നേവുര-മന്ദൂർ മേഖലയിൽ നിന്ന് ദുർഗന്ധത്തെക്കുറിച്ചുള്ള നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് അനിൽ കുട്ടിക്കർ എന്നയാളെ കണ്ടെത്താൻ തിരച്ചിൽ ആരംഭിച്ചു. അഗസൈൻ പോലീസ് സ്റ്റേഷനിലെ PIയുടെ വയർലെസ് സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നേവുര-മന്ദൂർ സ്ലൂയിസ് ഗേറ്റിൽ തിരച്ചിൽ നടത്തി. പനാജി ആസ്ഥാനത്ത് നിന്നുള്ള വാട്ടർ റെസ്ക്യൂ ടീമും ഓൾഡ് ഗോവ ടീമും ബോട്ടുമായി രക്ഷാപ്രവർത്തനത്തിന് എത്തി. ഗോവ ഗവർണറുടെ കാലാവധി അവസാനിച്ച് കേരളത്തിലേക്ക് മടങ്ങി. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയുടെ കാലാവധി അവസാനിച്ചു. അദ്ദേഹം കണ്ണൂരിലേക്ക് ട്രെയിനിൽ മടങ്ങി. ഗോവയിലെ ജനങ്ങൾക്കു വേണ്ടി നിരവധി സേവനങ്ങൾ അദ്ദേഹം നൽകിയിരുന്നു. ഗവർണർക്ക് യാത്രയയപ്പ് നൽകാനായി നിരവധി മലയാളികൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയിരുന്നു. ഗോവൻ ഐഡന്റിറ്റി പ്രമേയത്തെ ചൊല്ലി അസംബ്ലിയിൽ ബഹളം. ഗോവൻ എന്നും ഗോവൻ വംശജർ എന്നും നിയമപരമായി നിർവചിക്കണമെന്ന RGP MLA വിരേഷ് ബോർക്കറുടെ പ്രൈവറ്റ് മെമ്പർ പ്രമേയം സ്പീക്കർ ആദ്യം തള്ളിയതിനെ തുടർന്ന് ഗോവ നിയമസഭയിൽ ബഹളം ഉടലെടുത്തു. ഗോവൻ ജനതയുടെ ഐഡന്റിറ്റിയും അവകാശങ്ങളും സംരക്ഷിക്കാൻ ഈ നിർവചനം ആവശ്യമാണെന്ന് ബോർക്കർ വാദിച്ചു. മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ഗോവനെ നിർവചിക്കുന്ന നിയമം നിലവിലുണ്ടെന്ന് പ്രതികരിച്ചു. അസംബ്ലിയുടെ മധ്യഭാഗത്തേക്ക് ഇറങ്ങിയ അദ്ദേഹം BJP ഭരണത്തെ സലാസർ ഭരണത്തോട് ഉപമിച്ച് മുദ്രാവാക്യം വിളിച്ചു. എന്നാൽ സ്പീക്കർ രമേശ് തവാഡ്കറുടെ നിർദ്ദേശപ്രകാരം ബോർക്കർ മാർഷലുകളാൽ പുറത്താക്കപ്പെട്ടു. സിരിദാവ് ഫ്ലൈഓവറിന്റെ പൈപ്പുകൾ പൊട്ടിയൊലിക്കുന്നു. സിരിദാവ് ഫ്ലൈഓവറിന് താഴെ സ്ഥാപിച്ച മഴവെള്ള ഡ്രെയിനേജ് പൈപ്പുകൾക്ക് കേടുപാടുണ്ടായതിനെ തുടർന്ന് വെള്ളം നേരിട്ട് പില്ലറുകളിലൂടെ ഒഴുകുന്നതായി റിപ്പോർട്ട്. ഇത് അവഗണിക്കുകയും തുടർച്ചയായി വെള്ളം ഒഴുകുകയും ചെയ്താൽ പില്ലറുകൾ വീക്കാകുമെന്നും ഈ സാഹചര്യം ഫ്ലൈഓവറിന്റെ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണിയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. അടൽ സേതു പാലത്തിന്റെ പില്ലറുകളിലും സമാനമായ സ്ഥിതിയാണുള്ളത്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.